മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി. മാഡം, പ്രധാന മൂലകങ്ങളിൽ ഒരു മൂലകമാണല്ലോ പൊട്ടാസ്യം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മുടെ വിളകളിൽ എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാം? പ്രധാന മൂലകങ്ങൾ 3 നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഈ 3 മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് അതിന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ രണ്ടിനെയും പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം വളർച്ച എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകം നൈട്രജനാണ്. നൈട്രജൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് പൊട്ടാസ്യത്തിന് വളർച്ചയിൽ. നമുക്ക് പിന്നെ കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ സിന്തസിസ്, നമ്മുടെ മാംസ്യം ചെടികളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും ആവശ്യമുള്ളൊരു മൂലകമാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം. പിന്നെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെടിയുടെ, അതായത് ഫിസിയോളജിക്കൽ പ്രോസസ്സ് നമ്മൾ പറയുമല്ലോ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എൻസൈമുകളാണ്. ഏകദേശം 60 എൻസൈമുകളുടെ പ്രവർത്തനത്തെ ഈ പൊട്ടാസ്യം ബാധിക്കുന്നുണ്ട്. ഞാനിപ്പം ഗവേഷണം നടത്തുന്ന വിഭവം എന്ന് പറഞ്ഞാൽ കിഴങ്ങുവർഗ്ഗങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട മരച്ചീനി എടുക്കാം. ഈ മരച്ചീനി എടുത്താൽ പൊട്ടാസ്യത്തിനെ നമ്മൾ പറയുന്നത് തന്നെ താക്കോൽ മൂലകം എന്നാണ്, കീ ന്യൂട്രിയൻ്റ് എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഉൽപാദനക്ഷമതയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ കിഴങ്ങുകളുടെ ഗുണമേന്മയ്ക്കും ആവശ്യമുള്ള ഒരു മൂലകമായതുകൊണ്ടാണ് നമ്മളതിനെ താക്കോൽ മൂലകം അല്ലെ കീ ന്യൂട്രിയൻ്റ് എന്ന് പറയും. ഇപ്പം മരച്ചീനി തന്നെ എടുത്ത ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ കയ്പ്പ്, രണ്ടാമതിൽ സ്റ്റാർച്ച് അഥവാ അന്നജം. ആ 2 ഘടകങ്ങളെയും ബാധിക്കുന്ന ഒരു മൂലകമാണ് ഈ പൊട്ടാസ്യം. എന്നിപ്പം നമുക്ക് കട്ട് അല്ലെ കയ്പ്പ് എടുക്കാം. കയ്പ്പെന്ന് പറയുന്ന ആ ഒരു സാധനം സയനോജനിക് ഗ്ലൂക്കോസൈഡ് എന്ന് പറയും. അപ്പോൾ പൊട്ടാസ്യം കുറവാണ് എങ്കിൽ ഇത് കൂടും, പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരച്ചീനിയിലെ കട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പൊട്ടാസ്യം അല്ലെങ്കിൽ വുഡ് ആഷ് എന്ന് പറയത്തില്ല, അതിട്ട് കൊടുത്താൽ ഒരു പരിധി വരെ ഈ കയ്പ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പൊട്ടാസ്യം മൂലകത്തിന് ഈ സൈനോജനിക് ഗ്ലൂക്കോസൈഡ് 2 ഘടകങ്ങളുടെ ലെവല് കുറയ്ക്കാനായിട്ടുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഒന്ന്. പിന്നെ അന്നജം അല്ലെ സ്റ്റാർച്ച്. ഇപ്പം കിഴങ്ങുവർഗ്ഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അന്നജം അല്ലെ സ്റ്റാർച്ച്. ഈ സ്റ്റാർച്ചിൻ്റെ അളവിനെ കൂട്ടാനും കഴിവുള്ള ഒരു മൂലകമാണ് പൊട്ടാസ്യം. അത് രണ്ടുമാണ് കിഴങ്ങുവർഗ്ഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ പെസ്റ്റ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്, കീടരോഗബാധകൾക്കുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പൊട്ടാസ്യത്തിന് പറ്റും. പലരും ഈ മൊസൈക്ക് രോഗം നമ്മുടെ മരച്ചീനിലൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ തൽക്കാലം നൈട്രജൻ ഇടണ്ട, നൈട്രജൻ ഇട്ടാൽ അത് കൂടുതൽ രോഗബാധ ഉണ്ടാകാനാണ് സാധ്യത. ആ സമയത്ത് നിങ്ങൾ പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്കൊരു പരിധി വരെ കുറയ്ക്കാമെന്ന് പറയാം. പിന്നെ ഈ മൂലകത്തിന് വാട്ടർ ബാലൻസ് അല്ലെ, ചെടിയിലെ ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവിനെ ചെടിയിൽ അത് നിയന്ത്രിക്കാനായി ഒരു ബാലൻസിൽ കൊണ്ടുവരാനായിട്ടും ഈ പൊട്ടാസ്യത്തിൻ്റെ കഴിവുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ വേറൊരു ഫങ്ഷൻ ചെടിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽ വോള്, ഈ സെല്ലുകളുടെ സ്ട്രെങ്തനിങ്, നല്ല സ്ട്രോങ് ആയിട്ട് ഇതിനെ നിർത്താനായിട്ട്, അതായത് സെൽ വാൾ ഫോർമേഷനിലെ ഒരു കമ്പോണൻ്റാണ് പൊട്ടാസ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ ഒരു ചെടിയുടെ വളർച്ചയെയും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, അതായത് കളറ്, അതിൻ്റെ ഫ്ലേവറ്, അതിലെ ഘടകങ്ങൾ എല്ലാം ബാധിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പം നമ്മൾ ഈ 3 മൂലകങ്ങൾ പ്രധാന മൂലകങ്ങളെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയും പൊട്ടാസ്യം തന്നെയാണ് ഈ 3 മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകം. നമ്മൾ നൈട്രജൻ കൊടുത്താൽ പോലും പൊട്ടാസ്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നൈട്രജനും പ്രവർത്തിക്കത്തില്ല. ഇവിടെ നമ്മുടെ കേരളത്തിലെ മണ്ണിനെ പറ്റി നമ്മൾ സംസാരിച്ചാൽ ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു ലഭ്യത എങ്ങനെയാണ്? ഏത് മൂലകങ്ങളുടെയും ലഭ്യത മണ്ണിൽ പറയുമ്പോൾ 3 തരത്തിലാണ് അതിനെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. അതായത് ലോ കുറവ്, മീഡിയം മധ്യമം, പിന്നെ ഹൈ കൂടുതൽ. അപ്പം കേരളത്തിലെ 75 മുതൽ 80% മണ്ണും ലോ എന്നുള്ള കാറ്റഗറിയിൽ വളരെ കുറവാണ്. കുറവെന്ന് പറയുമ്പം 1 ഹെക്ടറിൽ 110 വരെയുള്ള കിലോഗ്രാം പെർ ഹെക്ടറിനെയാണ് നമ്മളിൽ കുറവെന്ന് പറയുന്നത്. 110 മുതൽ 280 വരെ ഉണ്ടെങ്കിൽ അതിനെ മധ്യമം, 280 മുകളിലാണെങ്കിൽ അതിനെ
കൂടുതലെന്നുള്ള. ശരിക്കും കേരളത്തിലും ഈ പറഞ്ഞ 75% മണ്ണിലും പൊട്ടാസ്യത്തിൻ്റെ ലഭ്യത കുറവാണ്. അതായത് ഒരു 110 കിലോഗ്രാം പെർ ഹെക്ടറിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ എന്തായാലും പൊട്ടാസ്യം അത് കൊടുത്തേ മതി. തീർച്ചയായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് പൊട്ടാസ്യം സ്കിപ്പ് ചെയ്യാനേ ഒരു തരത്തിലും നമുക്ക് പറ്റത്തില്ല. നൈട്രജനും ഫോസ്ഫറസും നമുക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇടാതിരിക്കാം. പക്ഷെ പൊട്ടാസ്യം ഒരു തരത്തിലും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. പിന്നെ പൊട്ടാസ്യം കുറവാണെങ്കിൽ ചെടികളിൽ നമുക്ക് സാമാന്യ ലക്ഷണം അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ചെടിയിൽ സഞ്ചരിക്കുന്ന മൂലകമാണ്. നമ്മൾ മൊബൈൽ ന്യൂട്രിയൻ്റ് എന്ന് പറയത്തില്ലേ, അങ്ങനൊരു മൂലകം. അതായത് ഇപ്പം അതിൻ്റെ ലഭ്യത കുറയുവാണെങ്കിൽ അത് താഴത്തെ ഇലകളിൽ നിന്ന് മേളിലോട്ട് പോകും. താഴത്തെ ഇലകളിൽ നിന്ന് മേളിലോട്ട് പോവുക എന്ന് പറയുമ്പം അതിൻ്റെ ലക്ഷണം എപ്പോഴും ഏതിലായിരിക്കും കാണിക്കുന്നത്? താഴത്തെ ഇലകളിൽ. അത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ അത് ഈ താഴത്തെ ഇലകളുടെ അരിക്, ഈ ഇലകളുടെ അരിക് ആദ്യം ഒരു യെല്ലോയും ചെറിയൊരു മഞ്ഞളിപ്പ് വന്നിട്ട് ഇതിൻ്റെ ശരിക്കും ടിപ്പിക്കൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അരിക് ടിപ്പ് എല്ലാം ഡ്രൈ ആവും. ആ ഭാഗം മാത്രം ഉണങ്ങിപ്പോവും എന്നാണ് പ്രധാനപ്പെട്ട പൊട്ടാസ്യത്തിൻ്റെ സിംറ്റം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തവും ചെടിയുടെ വളർച്ച അങ്ങ് ഒന്ന് മുരടിക്കും, സ്റ്റണ്ടഡ് ഗ്രോത്ത്. എന്നിട്ട് ഈ ഉണങ്ങിയ ഇലകൾ അങ്ങ് കൊഴിഞ്ഞു പോകും. ഇതിനേക്കാട്ടിലും പ്രധാനപ്പെട്ട ഒരു സിംറ്റം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിക്കാർ സാധാരണ അവരെന്തോ ചെയ്യുന്നത്, നൈട്രജനും ഫോസ്ഫറസും കൂടുതൽ കൊടുക്കും, എന്നിട്ട് പൊട്ടാഷ് കൊടുക്കുന്നത് അളവ് വളരെ കുറവായിരിക്കും. എന്താ അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ലഭ്യമാകുന്ന ഒരു വളമാണ് ഫാക്ടം ഫോസ് അല്ലേ. കാരണം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് കൃഷിക്കാർ കൂടുതലും ഈ കോംപ്ലക്സ് വളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നൈട്രജനും ഫോസ്ഫറസും അധികം ഉണ്ട്, പക്ഷേ പൊട്ടാസ്യം ഇല്ല. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടികളിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ചെടിയുടെ വളർച്ച നല്ലതായിട്ട് നിൽക്കും, പക്ഷേ അതിനകത്തുള്ള ഇലകൾ, നടുക്കലത്തെ ഇലകൾ കൊഴിഞ്ഞു താഴോട്ട് വീഴുന്ന ഒരു സിംറ്റം നമ്മൾ മരച്ചീനിയിലൊക്കെ നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ട് അല്ലാതെ, പൊട്ടാസ്യം ഇല്ലാതെ നമ്മളൊരു ഇംബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമല്ലാത്തൊരു വളപ്രയോഗം നടത്തുമ്പം ചെടികളിൽ കാണുന്ന ഒരു ലക്ഷണമാണിത്. നമ്മളിതിനെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് നികത്താൻ വേണ്ടി വളപ്രയോഗം ചെയ്യും. അപ്പോൾ പൊട്ടാസ്യത്തിന് വേണ്ടി എങ്ങനെയാണ് കർഷകർ വളപ്രയോഗം ചെയ്യേണ്ടത്? നമുക്ക് പൊട്ടാസ്യത്തിന് നമുക്ക് സാധാരണ ഇവിടെ ലഭ്യമാകുന്ന ഒരു വളം എന്ന് പറയുന്നത് MOP, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അതിനകത്ത് 60% പൊട്ടാസ്യം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൃഷിക്കാരോട് നമ്മൾ ശുപാർശ ചെയ്യുമ്പം പൊട്ടാസ്യത്തിൻ്റെ സോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷിനെയാണ്. ഞാൻ പറഞ്ഞല്ലോ സന്തുലിത വളപ്രയോഗം. ഇപ്പം മരച്ചീനിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ 3 മൂലകങ്ങളും 100, 50, 100 എന്നുള്ള കണക്കിൽ കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു ശുപാർശ. അപ്പം 100 നൈട്രജനും 100 പൊട്ടാസ്യം. നൈട്രജൻ ഉണ്ടെങ്കിലേ ആ ചെടിയിൽ മാംസ്യത്തിൻ്റെ സംശ്ലേഷണം നടക്കത്തുള്ളൂ. അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അപ്പോൾ അതിൻ്റെ ആ ഒരു റേഷ്യോ, നൈട്രജൻ പൊട്ടാസ്യം റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് പറയുന്നു ചില കാര്യങ്ങളിൽ നമുക്ക് നൈട്രജൻ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കുറയ്ക്കാം എന്ന് പറയാനുള്ള കാര്യം, ചിലപ്പോൾ ആ മണ്ണിൽ ആവശ്യത്തിൽ കൂടുതൽ ജൈവാംശം കാണും. അപ്പോൾ ജൈവാംശം അധികം ഉണ്ടെങ്കിൽ നാച്ചുറലി അവിടെ നൈട്രജൻ്റെ അംശം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുക അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ നൈട്രജൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ വേണമെങ്കിൽ നൈട്രജൻ ഇച്ചിരി കുറച്ചോ, പക്ഷേ എന്നാൽ ഈ പറഞ്ഞ പൊട്ടാസ്യം ഒരു തരത്തിലും കുറയ്ക്കരുത്. കാരണം ഓൾറെഡി നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്താ കുറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്, നല്ല പ്രകാശവും അതുപോലെ തന്നെ മഴയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം എളുപ്പം മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്ന ഒരു മൂലകമാണ്. നമ്മുടെ കേരളത്തിലെ ടെറൈനൊക്കെ നോക്കുവാണെങ്കിൽ വളരെ സ്ലോപ്പിയാണ്. അപ്പോൾ ഇതെപ്പോഴും ഒലിച്ചു പോകുന്ന ഒരു മൂലകമായതുകൊണ്ട് നമ്മൾ എത്ര ഇട്ടുകൊടുത്താലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഹൈ ലെവലിലോ, ഹൈ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലിലോ അല്ലെങ്കിൽ ഈ മധ്യമ അളവിലോ കൊണ്ടുവരാനായിട്ട് അല്പം പ്രയാസമുള്ളൊരു മൂലകമാണ് പൊട്ടാസ്യം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഏത് വിളയാണെങ്കിലും, ഇപ്പം മരച്ചീനിക്ക് തന്നെ പൊട്ടാസ്യത്തിൻ്റെ അപ്ടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം ഒരു 30 ടൺ അല്ലെ 40 ടൺ മരച്ചീനി ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുമ്പം അത് വലിച്ചെടുക്കുന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് ഏകദേശം 200 മുതൽ 250 കിലോഗ്രാം. അത്രയും തന്നെ നമ്മൾ കൊടുത്താൽ മാത്രമേ അടുത്ത വിളയ്ക്ക് നമ്മൾക്ക് ഒരുവിധം നല്ല വിളവ് കിട്ടത്തുള്ളൂ. അതുപോലെയാണ് വാഴ.
അതുപോലെ തന്നെ പൊട്ടാസ്യം കൂടുതൽ വലിച്ചെടുക്കുന്ന ഒരു വിളയാണ് തെങ്ങ്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ കർഷകരോട് നമ്മളുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. MOP, അതായത് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷിൽ ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. പിന്നെ പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ട്, അത് ഇച്ചിരി കൂടെ വില കൂടിയൊരു വളമാണ്. അത് കൂടുതലും വാട്ടർ സോല്യുബിളാണ്. ഇത് ഫോളിയർ നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം സൾഫേറ്റ്. പിന്നെ അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ട്. അതൊക്കെ ഈ പ്രിസിഷൻ ഫാമിംഗ്, പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് കൂടുതലായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് 2 മൂലകങ്ങളുണ്ട്. നൈട്രജനും കിട്ടും, പൊട്ടാസ്യവും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വില കൂടുതലാണ്. നമ്മൾ ഈ നൈട്രോജൻ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സ്പ്ലിറ്റ് ഡോസസിൽ കൊടുക്കാനാണ് ശാസ്ത്രജ്ഞർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാസ്യം എങ്ങനെയാണ്? ഇത് ഒരു ഡോസിൽ തന്നെ നമുക്ക് കൊടുക്കണോ അതോ സ്പ്ലിറ്റ് ചെയ്ത് ഇതും കൊടുക്കാൻ പറ്റും? അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ബേസലായിട്ട് അടിവളമായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ടോപ്പ് ഡ്രസ്സിങ് മേൽവളമായിട്ട് മഴയൊക്കെ കിട്ടുന്ന സമയം അല്ലെ അങ്ങനെയുള്ളൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഈ മേൽവളം 2 പ്രാവശ്യമായിട്ട് കൊടുക്കാൻ നമ്മൾ പറയും. പ്രത്യേകിച്ച് ഈ പൊട്ടാസ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 2 സ്പ്ലിറ്റായിട്ട്, ഏതാ മേൽവളം 2. ഇപ്പം മരച്ചീനിയുടെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മൾ പറയുന്നത് അടിവളമായിട്ട് നമ്മൾ എത്രയാണോ ഫോസ്ഫറസ് കൊടുക്കാനുള്ള ആ ഫോസ്ഫറസ് മൊത്തവും, നൈട്രജൻ പകുതിയും പൊട്ടാസ്യം പകുതി അടിവളമായിട്ട്. ഇനി ബാക്കിയുള്ള മേൽവളം എത്ര? പകുതി നൈട്രജനും പകുതി പൊട്ടാസ്യം. അതും 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് 2 പ്രാവശ്യമായിട്ട് മേൽവളമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും. കാരണം നമുക്ക് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്താൽ ചെടിക്കത് ആഗിരണം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 2 പ്രാവശ്യമായിട്ടാണെങ്കിൽ ചെടിയുടെ ആവശ്യാനുസരണം അതിനത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ജൈവ കൃഷി ചെയ്യുമ്പം നമുക്ക് ബയോളജിക്കൽ ഫോമിൽ ഈ പൊട്ടാസ്യം കിട്ടാൻ വഴിയുണ്ടോ? ജൈവ കൃഷിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പൊട്ടാസ്യം സൾഫേറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ശുപാർശ ചെയ്യുന്നതാണ് ജൈവ കൃഷിക്ക്. മണ്ണിലും കൊടുക്കാം, അതുപോലെ തന്നെ ഇലകളിൽ തളിച്ചു കൊടുക്കാം. പിന്നെ അടുത്തെന്ന് ചാരം, ആഷ് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനകത്ത് ഏകദേശം 3 മുതൽ 8% വരെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ വുഡ് ആഷിൽ. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ബയോ ഫെർട്ടിലൈസർ, ജീവാണുവളം എന്ന് പറയുന്നത്, അതിനകത്താണ് നമ്മുടെ പൊട്ടാസ്യം സോല്യുബിളൈസേഴ്സ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മണ്ണിൽ ഫിക്സ് ചെയ്ത് പൊട്ടാസ്യം കിടപ്പുണ്ട്. പൊട്ടാസ്യത്തിന് 3 ഫോമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഒട്ടും അവൈലബിൾ അല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് കിട്ടത്തില്ല, പറ്റത്തില്ല. അതെന്ത് പറ്റി? അത് ഈ പ്രൈമറി മിനറൽ കേട്ടിട്ടില്ലേ, അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അതൊരിക്കലും നമുക്ക് അവൈലബിൾ അല്ല. 2ാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഫോം, അതാണ് അവൈലബിൾ ഫോം. അതിൽ നിന്നാണ് ഗ്രാജുവലി റിലീസ് ചെയ്ത് വരുന്നത്. പിന്നെ 3ാമത്തെയാണ് നമ്മൾ പറയുന്ന അവൈലബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചബിൾ ഫോം. അപ്പം ഈ സ്ലോലി അവൈലബിൾ അല്ലെ ഫിക്സ്ഡ് ഫോമിൽ കിടപ്പുണ്ട് നമ്മുടെ മണ്ണിൽ, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ചെടിക്ക് കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ഈ സോല്യുബിളൈസർ എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഈ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാസ്യത്തെ അത് സോല്യുബിളൈസ് ചെയ്ത് ചെടിക്ക്, അതാണ് ഒരു ജൈവമാർഗം. പൊട്ടാസ്യം സോല്യുബിളൈസർ എന്ന് പറയുന്ന വളം, അതായത് ബയോ ഫെർട്ടിലൈസർ ഇപ്പം ഒത്തിരി അവൈലബിളാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പൊട്ടാസ്യം സോല്യുബിളൈസറിൽ. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മണ്ണിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാസ്യത്തെ അവൈലബിൾ ആക്കി. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് രാസവളം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ അമ്ലത്വമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ അസിഡിക് മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിക്സ് ചെയ്തിട്ട് വെച്ചേക്കുന്ന പൊട്ടാസ്യം ഉണ്ടല്ലോ, ഈ അസിഡിറ്റി കൊണ്ട് കുറച്ചൊക്കെ ഇത് റിലീസായി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ അമ്ലത ഈ പൊട്ടാസ്യത്തിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് അതിനകത്തുള്ള ഒരു ഇത്. അപ്പം ഈ അമ്ലത കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ വളങ്ങളിടുമ്പം അതിനകത്ത് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും പറയാനായിട്ടില്ല. സാധാരണ നമ്മൾ കുമ്മായം ചെയ്യും, മണ്ണിനെ അസിഡിറ്റി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യുന്ന ലൈം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കർഷകർക്കെല്ലാം അറിയാം. അത് കുമ്മായം കൊടുക്കും. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഡോളമൈറ്റിനെ പറഞ്ഞ്, കുമ്മായത്തിനകത്ത് കാൽഷ്യം മാത്രമേ ഉള്ളൂ. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 മൂലകങ്ങളുണ്ട്, കാൽഷ്യം മഗ്നീഷ്യം. എന്നാൽ പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, ഈ 4 മൂലകങ്ങളെ ഒരുമിച്ച് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു പുതിയ പ്രോഡക്റ്റ്,
അത് ഒരു പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റ്, നാച്ചുറൽ പ്രോഡക്റ്റാണ്. പോളിഹാലൈറ്റ് അല്ലെ പോളി സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിളാണ്. ഞാനിതിനെക്കുറിച്ച് പറയാൻ കാര്യം, ഞാനിതിനകത്ത് ഗവേഷണം നടത്തി ഒരു ലൈമിങ് മെറ്റീരിയൽ തന്നെ അല്ല, വളമല്ല ഇത്. കുമ്മായത്തിനും ഈ ഡോളമൈറ്റിനും ഒക്കെ പകരമായിട്ട് നമ്മുടെ മണ്ണിൽ, കാരണം നമ്മുടെ മണ്ണിൽ ഈ പറഞ്ഞ പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം മൂന്നും കുറവാണ്. സൾഫർ നമ്മുടെ മണ്ണിൽ ഒരു പരിധി വരെയുണ്ട്, കാരണം ഫാക്ടം ഫോസ് ഇടുന്നുണ്ട്. ഫാക്ടം ഫോസിനകത്ത് സൾഫർ ഉള്ളതുകൊണ്ട്. അപ്പം ഈ കുമ്മായത്തിനും ഡോളമൈറ്റിനും പകരം നമുക്ക് ഇച്ചിരൂടൊരു ഈ മൂലകങ്ങൾ കിട്ടത്തക്കവണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ, ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഈ പോളി. ഇപ്പം എല്ലായിടും അവൈലബിൾ ആണ്. ഇപ്പം ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, അറിയാത്തവർക്ക് കൂടി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും വിലയാണ്. കുമ്മായത്തിന് 25 രൂപയുണ്ട്, ഒരു മൂലകമല്ലേ കിട്ടുന്നുള്ളൂ. കാൽഷ്യം, മഗ്നീഷ്യം കിട്ടാൻ ഡോളമൈറ്റിന് ഏകദേശം, അതിൻ്റെ പ്യൂരിറ്റി നമുക്കറിയില്ല ഈ ഡോളമൈറ്റിൻ്റെ. പക്ഷെ പോളിഹാലൈറ്റ് അങ്ങനെയല്ല, നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു നല്ല പ്രോഡക്റ്റാണ്. കാരണം ഞാനിത് മരച്ചീനിൽ ഉപയോഗിച്ചിട്ടുണ്ട് 2 വർഷം. അപ്പം അതൊരു അമെൻമെൻ്റ് ആയിട്ട് അതിൽ മണ്ണിൽ അമ്ലത കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ മൂലകങ്ങൾ മണ്ണിൽ കൊടുക്കാനും പറ്റിയൊരു പ്രോഡക്റ്റായിട്ടാണ് നമ്മളിതിനെ കണ്ടത്. അതുപോലെ തന്നെ ഈ മരച്ചീനിയുടെയൊക്കെ ക്വാളിറ്റി, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ഗുണമേന്മ കൂടാനും ഇത് സഹായിക്കും. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ പൊട്ടാസ്യം ഏറ്റവും ഒരു പ്രധാന മൂലകം തന്നെയാണ്. നല്ലൊരു വിളവ് കിട്ടണമെങ്കിൽ നമുക്ക് പൊട്ടാസ്യം എന്തായാലും വളമായിട്ട് തന്നെ ഉപയോഗിച്ചാലേ മതിയാവത്തുള്ളൂ. അപ്പോൾ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി. താങ്ക് യു.